ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ നവ്യ സത്യങ്ങളൊക്കെ അറിയാണ് കേട്ടോ. ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്നുള്ള വിവരം മുത്തശ്ശൻ്റെ വായിന്ന് തന്നെ അറിയാണ്. അതിൻ്റെ തെളിവുകളെല്ലാം നയനെ കൊണ്ട് നിരത്താണ്. അതുപോലെ സഹിയെടുത്ത് കഴിയുമ്പോഴാണ് ഇത് അവർ തെളിയിക്കുന്നത് കേട്ടോ. അങ്ങനെ സത്യങ്ങളെല്ലാം നവ്യയ്ക്ക് ബോധ്യമായി കഴിയുമ്പം നവ്യ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നേരെ അനഘയുടെ അടുത്ത് ചെല്ലുകയും അനഘയോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് അനഘയോട് മാപ്പ് ചോദിച്ചതിന് ശേഷം പിന്നീട് നവ്യ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ. നവ്യയെ വെറുതെ വിടാനായിട്ട് നവ്യ തീരുമാനിച്ചിട്ടുമില്ല കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ അനഘയുടെ അടുത്തെത്താണ്. അനഘയുടെ അടുത്തെത്തി കൈകൂപ്പി നിന്ന് നവ്യ കരയാണ് ചെയ്യുന്നത്. എന്നിട്ട് അനഘയോട് പറയുന്നുണ്ട്, അനഘ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചന്തുമോളോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ മനസ്സിൽ അഭി കയറ്റിവിട്ട ആ ഒരു വിഷം അതിങ്ങനെ തികട്ടി വന്നതുകൊണ്ട് നവ്യയോടും നയനയോടും ആദർശേട്ടനോടുമുള്ള ആ ഒരു ദേഷ്യത്തിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചന്തുമോളോട് പെരുമാറിയത്. അല്ലാതെ ആ കുട്ടിയോട് എനിക്കൊരു ദേഷ്യം ഉണ്ടായിട്ടല്ല, ആദർശേട്ടനോടുള്ള ദേഷ്യമായിരുന്നു ഞാനത് കാണിച്ചത്. ആദർശേട്ടൻ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് ചന്തുമോളെന്നും അത് നയനെയും വീട്ടിലുള്ളവരെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ആദർശേട്ടനെ ന്യായീകരിക്കുന്ന കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുപോലെ അബി ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതെല്ലാവരും എടുത്തു പറയുകയും ആദർശേട്ടൻ്റെ തെറ്റുകൾ മറച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം എനിക്കതൊന്നും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചന്തുമോളെ എതിർത്തത്. ചന്തുമോളെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു. ആദർശേട്ടൻ നയനയെ ചതിക്കുകയാണല്ലോ എന്നുള്ള ദേഷ്യം. അതുപോലെ തന്നെ അനഘയോട് ആദർശേട്ടൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ദേഷ്യം. അതൊക്കെ കൊണ്ട് ഞാൻ ആ കുഞ്ഞിനോട് അങ്ങനെ പെരുമാറിയതാണ്. അത് ആ കുട്ടിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അനഘേ. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാനിപ്പോൾ നിൻ്റെ മുമ്പിൽ കൈകൂപ്പി മാപ്പ് ചോദിക്കുക. അതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. നിന്നോട് അഭി ചെയ്തതിനും ഞാൻ ചന്തുമോളോട് ചെയ്തതിനും എല്ലാം ഞാൻ മാപ്പ് ചോദിക്കുക. നിന്നെയും അതുപോലെ ആദർശേട്ടനെയും നയനെയും ഒക്കെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അല്ലേലും ഈ നവ്യ അങ്ങനെയാ, വെറും പൊട്ടിയാണ്. ഒന്നും മനസ്സിലാക്കാതെ എടുത്തു ചാടി ചില തീരുമാനങ്ങൾ എടുക്കുകയും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയൊക്കെ ചെയ്യും. നേരത്തെ മുതലുള്ള എൻ്റെ സ്വഭാവമാണത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അനഘയുടെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയുക. അപ്പോൾ അനഘയ്ക്കും അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. സത്യങ്ങളെല്ലാം നവ്യ അറിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പം അനഘയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കുമാണ് അവിടുത്തെ ജോലിക്കാരി അങ്ങോട്ട് വരിക. അപ്പോൾ ആരാ വന്നിരിക്കുന്നത്, എന്താ നവ്യ എന്തിനാ വന്നതെന്നൊക്കെ അവർ ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ അനഘയെ കണ്ട് ഒന്ന് മാപ്പ് പറയാൻ വേണ്ടി വന്നതാന്ന് പറയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അനഘയോട് ഇപ്പം വന്ന് മാപ്പ് പറയുന്നത്? അല്ല, അബിയാണ് അനഘയുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള വിവരം എനിക്ക് മാത്രം അറിയില്ലായിരുന്നു അനന്തപുരിയിലെന്ന് പറയാം. അപ്പോൾ ഈ ജോലിക്കാരിയും പറയുന്നുണ്ട്, എനിക്കും അതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അബി സാറ് ഇവിടെ വന്ന് ഈ കുട്ടിയെ കൊല്ലാൻ നോക്കി, അതെനിക്കറിയാം എന്ന് പറയാണ്. അപ്പോൾ നവ്യ ചോദിക്കുക, അങ്ങനെയോ അബി ചെയ്തോ? അതവൻ ചെയ്തില്ലെങ്കിലേ പറയാനുള്ളൂ. അവനെ അത്രയ്ക്കൊരു ദുഷ്ടനാണ്. അവൻ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു ദിവസം ഇതുപോലെ വന്ന് ഇവിടെ അനങ്ങാതെ കിടക്കുന്ന അനഘയെ വെല്ലുവിളിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് അനഘ വീണ്ടും ICUലായതെന്ന് പറയാണ്. അപ്പം നവ്യ പറയാ, അതെ, അവൻ ദുഷ്ടനാ, ആരെ കൊല്ലാനും മടിയില്ലാത്തവനാ, ആരെ ചതിക്കാനും മടിയില്ലാത്തവനാ. ഒരുപാട് പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഞാനും. അവൻ്റെ ചതിയിൽ പെട്ടുപോയതാ ഞാൻ. ആദർശേട്ടനുമായിട്ടുള്ള എൻ്റെ വിവാഹം ഉറപ്പിച്ചതാ. പക്ഷേ ആദർശേട്ടനേക്കാളും കൂടുതൽ പണമുള്ളതും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ MDയും അവനാണെന്ന് അവനെന്നെ പറഞ്ഞു പറ്റിച്ചു. എൻ്റെ അഹങ്കാരവും പണത്തിനോടുള്ള ആർത്തിയും മൂലം ഞാൻ അവൻ്റെ കൂടെ പോന്നു. അവസാനം അവൻ എന്നെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ നേരെ അനന്തപുരിയിൽ എത്തുമായിരുന്നു. അവിടെ ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ വേറൊന്നാവുമായിരുന്നു എന്ന് പറയണം. അപ്പോൾ ആ ജോലിക്കാരി പറയുന്നുണ്ട്, ശരിയാ മോളെ, അബിസാറിൻ്റെ കുഞ്ഞായിരിക്കും ചന്തുമോളെന്ന് എനിക്ക് അപ്പോഴും തോന്നിയതാ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കുട്ടിയെ വന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിക്കേണ്ടത്? അപ്പം നവ്യ പറയാ, ശരിയാണ്, അബിയുടെ കുഞ്ഞ് തന്നെയാ ചന്തുമോള്. ഞാൻ മാത്രം അത് മനസ്സിലാക്കാൻ മറന്നുപോയി.
മടിച്ചുപോയി. കാരണം ഞാൻ അവനെ അത്രയ്ക്കങ്ങ് വിശ്വസിച്ചു. പല പ്രാവശ്യം പല അബദ്ധങ്ങൾ സംഭവിച്ചിട്ടും ഞാൻ അവനെ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ അനഘയോട് മാപ്പ് ചോദിക്കുക. ആ ചന്തുമോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനോട് ഞാൻ മാപ്പ് ചോദിക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം നവ്യ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇതിൻ്റെ പേരിൽ അനന്തപുരിയിൽ ഒരു കോലാഹലം ഉണ്ടാകുമല്ലോ എന്ന് അവർ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, ഒരു കോലാഹലവും ഉണ്ടാവാനില്ല. അഭിയോടൊപ്പമുള്ള ജീവിതം എന്നേ ഞാൻ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇനി അവനോടൊപ്പമുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവനെപ്പോലെ ഒരു ദുഷ്ടൻ്റെ കൂടെ ജീവിച്ചാൽ ഇനി ഈ അനഘയ്ക്ക് വന്ന പോലെ എനിക്കും എൻ്റെ കുഞ്ഞിനും വരും. ഞങ്ങളെയും ഒരു രാത്രി കഴുത്ത് ചെരിച്ച് കൊല്ലാൻ അവൻ മടിക്കില്ല. അതുപോലെ തന്നെ അവൻ്റെ അമ്മയും അതിനൊന്നും മടിക്കില്ല. അതുകൊണ്ട് ഈ നവ്യ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ് നവ്യ. എന്നിട്ട് നേരെ തന്നെ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ്. വല്ലാതെ കലുഷിതമായിട്ട് ദേഷ്യപ്പെട്ട് ഒക്കെയാണ് ചെല്ലുന്നത്. അതേസമയം നവ്യ ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ ആകെ മൊത്തം പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് അനന്തപുരിയിൽ. എല്ലാവരും നവ്യയെ കാത്തിരിക്കുക. നയനയാണെങ്കിൽ ആദർശിനോടും മുത്തച്ഛനോടും ഒക്കെ പറയുന്നുണ്ട്, നവ്യേച്ചി എങ്ങോട്ട് പോയോ, വീട്ടിലേക്ക് ആയിരിക്കും പോയത്. എന്തായാലും നവ്യേച്ചി ഒരു കടുങ്കയും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഒരു വലിയ ഷോക്കായിട്ടുണ്ട് ചേച്ചിക്ക്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനമൊന്നും നവ്യ എടുക്കില്ല. കാരണം കുഞ്ഞിവിടെയുണ്ട്. കുഞ്ഞിനെ ഓർക്കാതെ പോകുന്ന ഒരു പെൺകുട്ടിയൊന്നും അല്ല നവ്യ. ചിലപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് വീട്ടിലേക്ക് പോയതായിരിക്കും. നീ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്ക്, അവൾ അവിടെ ചെന്നിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് പറയണം മുത്തശ്ശൻ. അങ്ങനെ നായന ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കുക. അപ്പോൾ കനകയും ഗോവിന്ദനും അവിടെയുണ്ട്. കനക ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നയന മോളെ, എന്താ നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പം നയന കാര്യങ്ങളൊക്കെ പറയാണ്. ചേച്ചി ഇവിടെ സത്യങ്ങളെല്ലാം അറിഞ്ഞു. അവസാനം ആ സത്യങ്ങളെല്ലാം മുത്തശ്ശന് തന്നെ വിളിച്ച് പറയേണ്ടി വന്നു. അതിൻ്റെ തെളിവുകളെല്ലാം എനിക്ക് തന്നെ കാണിച്ചു കൊടുക്കേണ്ടി വന്നെന്ന് പറയാം. അപ്പോൾ കനക ചോദിക്കുക, എന്തിനാ മോളെ അത് പറയാൻ പോയത്? ഇത്രയും നാൾ നിങ്ങളിത് മറച്ചു വെച്ചിട്ട് ഇപ്പോൾ അത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനായിരുന്നു? പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു അമ്മേ. ചന്തുമോളെ അതുപോലെ ഉപദ്രവിക്കുകയായിരുന്നു ചേച്ചി. അമ്മയ്ക്കറിയോ, ചന്തുമോളെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി ചേച്ചി. പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം? അപ്പം കനക പറയാം, ഒരു കണക്കിന് അത് നന്നായി. അവൾ എന്നായാലും അത് അറിയേണ്ടതാ. എത്ര കാലം ഇങ്ങനെ ഇത് മറച്ചു വെക്കും? ആദർശിനെ കരിവാരിത്തേച്ച് കുറ്റം പറഞ്ഞ് എത്ര നാൾ മുന്നോട്ട് പോകും? ആദർശിനെ കുറ്റപ്പെടുത്തുന്ന ഓരോ നിമിഷവും എൻ്റെ നെഞ്ചിൽ തീയായിരുന്നു. ഇനിയിപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. എന്ത് തീരുമാനമാണെന്ന് വെച്ചാൽ അത് നവ്യ എടുക്കട്ടെ. അതിന് ഞങ്ങൾ അവളോടൊപ്പം ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, അവിടെ വന്നോ ചേച്ചി? അപ്പം കനക പറയാം, ഇല്ല, അവൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല മോളെ. ഇനി എങ്ങോട്ട് പോയി എന്തായി എന്നറിയില്ല. അവളാണെങ്കിൽ ഒരു എടുത്തുചാട്ടക്കാരിയാണെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അവിടെ എത്തുവാണെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഇവിടെ തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങളും പറയാമെന്ന് പറയുക. അങ്ങനെ ഫോൺ വെച്ച് മൊത്തം ടെൻഷനിലിരിക്കുക. അതേസമയം അബിയും ജലജയും റൂമിലുണ്ട് കേട്ടോ. അപ്പോൾ അബിയോട് ജലജ പറയാം, എടാ കഴിഞ്ഞല്ലോ, നിനക്ക് സമാധാനമായില്ലേ? ഇത്രയും നാളും അവരാരും ഇതൊന്നും പറയാതിരുന്നത് കൊണ്ട് നമുക്കിവിടെ സുഖമായിട്ട് അങ്ങ് പോകാമായിരുന്നു. അവളെ പറ്റിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയതെന്നറിഞ്ഞാൽ ഇനിയിപ്പോൾ അവൾ വന്നു കഴിയുമ്പം എന്തെല്ലാം ചെയ്ത് കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്ക് അതിലപ്പുറവാ. ഇതിപ്പം എത്ര നാളായി അനഘയുടെ വിവരം നമ്മൾ മറച്ചു വെക്കുന്നു. അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടി. എന്നിട്ടിപ്പം ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർത്തു. അപ്പം ജലജ പറയുക, ആര് തകർത്തെന്ന്? അവൾ തന്നെ തകർത്തു. അവൾ എന്തിനാ ആ ചന്തുമോളെ തള്ളിയിടാൻ പോയത്? സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് ആ കൊച്ചിനെ തള്ളിയിട്ട് താഴെ വീണ് നെറ്റി പൊട്ടി ചോര വന്നതുകൊണ്ടല്ലേ അച്ഛൻ ഇതെല്ലാം വിളിച്ചു പറയേണ്ടി വന്നത്? അവളുടെ അഹങ്കാരം ഒരു പരിധി കടന്നു. അതുകൊണ്ട് തന്നെയാ നമ്മൾ എന്തെല്ലാം ചെയ്തു. ഈ വീട്ടിലെ ജോലി മുഴുവൻ ഞാനും നീയും ഒക്കെ ചെയ്തില്ലേ ഈ വിവരം അറിയാതിരിക്കാൻ? അവള് ഇതൊന്നും അറിയില്ലായിരുന്നു, ഏടത്തി പറയില്ലായിരുന്നു. പക്ഷേ അവളെ പിടിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് അച്ഛൻ ഇതെല്ലാം വിളിച്ചു കൂവേണ്ടി വന്നത്. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും നീ ഒന്ന് കരുതിയിരുന്നോ, നമുക്ക് ഈ അനന്തപുരിയുടെ പടി ഇറങ്ങേണ്ടി വരും. കെട്ടും കിടക്കയൊക്കെ എടുത്ത് വച്ചോടാ നീ. അപ്പോൾ അബി പറയുക, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നോ? ഞാനൊന്ന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്? അവൾ എങ്ങോട്ടോ ഇറങ്ങി പോയിട്ടുണ്ട്. ഇനി പോയ വഴി എവിടെയെങ്കിലും പോയി ചത്തു തൊലഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയേനെ. അബി പറയുക, മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ആ കൊച്ചു കിടന്ന് കരയുക. ആ കൊച്ചിനെ ചെന്ന് എടുക്കുക എന്ന് അബി പറയുകയാണ്. അപ്പോൾ പോയി ജലജ കുഞ്ഞിനെ എടുക്കുന്നൊക്കെയുണ്ട്. ഇനിയിപ്പം ഇതും ഒരു ബാധ്യതയാവുമല്ലോ. ഇതിനെയും കൊണ്ട് അവളങ്ങ് ഇറങ്ങിപ്പോയിരുന്നേ അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അബി പറയുക, അമ്മ എന്താ പറയുന്നത്? ഇതിനെയും കൊണ്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ നിമിഷം നമ്മളും ഈ അനന്തപുരിയുടെ പടി ഇറങ്ങേണ്ടി വരും. നമ്മളെ പിന്നെ ഇവിടെ നിർത്താനായിട്ട് മുത്തച്ഛനും മുത്തശ്ശിയൊന്നും കൂട്ടാക്കുകയല്ല. ആദർശം എന്നെ അടിച്ച് ഇവിടുന്ന് പുറത്തിറക്കും. അത് കാണണം എന്നാണോ അമ്മയുടെ ആഗ്രഹം?
അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ നവ്യ തിരിച്ചു കയറി വരുന്നുണ്ട്. തിരിച്ചു കയറി വരുമ്പോഴേ എല്ലാവർക്കും സന്തോഷമാകും കേട്ടോ. അപ്പം നയന ഓടിച്ചല്ല, ചേച്ചി ചേച്ചി എങ്ങോട്ടാണ് ഓടിപ്പോയത്? ചേച്ചി എന്തിനാ ഇപ്പം ഇങ്ങനെ ഓടിപ്പോയത്? ഞങ്ങളൊക്കെ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോ? വീട്ടിൽ ചേച്ചി ചെന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പം ആകെപ്പാടെ ഞങ്ങൾ പേടിച്ചു പോയി. അപ്പം നവ്യ പറയേ, നിങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നത്? ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്യുമെന്നോർത്തോ? അങ്ങനെ ഒരു അബദ്ധം ചെയ്യാനൊന്നും ഈ നവ്യ പോവില്ല. നവ്യയ്ക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൻ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് അവന് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ കളയാനോ? അതിനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയാണ്. അപ്പം എല്ലാവർക്കും ഏകദേശം ഒരു ആശ്വാസമൊക്കെ ആവുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നവ്യേ, ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചതാ. നിങ്ങളുടെ കുടുംബജീവിതം തകരാതെ മുന്നോട്ട് പോട്ടെ എന്ന് വെച്ച്. നീ ഒരു എടുത്തുചാട്ടക്കാരിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നീ പ്രതികരിക്കുമെന്ന് അറിയില്ലാത്തത് കൊണ്ട് ഞാനത് മറച്ചു വെച്ചതാ മോളെ എന്ന് പറയുമ്പോൾ പറയാം, അതല്ല മുത്തശ്ശ, എന്തിനാ ഇത് മറച്ചു വെച്ചത്? അതാ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. അബി ഒരു ചതിയനും വഞ്ചകനും ഒക്കെ ആണെന്നുള്ള വിവരം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലായിരുന്നോ? പലപ്പോഴും അവനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലേ? അവൻ്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചും എനിക്കറിയാം. അപ്പോൾ ഈ ചന്തുമോള് അവൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അതിലെനിക്ക് ഒരു അത്ഭുതവും തോന്നില്ല. അതന്നേ പറയായിരുന്നു അവൻ ചെയ്ത ചതിയുടെ ഫലമാണെന്ന്. ഞാനിപ്പോൾ ഇത് വെറും പറ്റിക്കപ്പെട്ട് ജീവിക്കല്ലായിരുന്നു അവൻ്റെ കൂടെ. അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ജീവിതം തന്നെ തൊലയ്ക്കുന്ന പോലെ ഞാൻ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്തില്ലേ? അതുപോലെ തന്നെ നിങ്ങളെയെല്ലാം തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും അവൻ എല്ലാവരുടെയും മുമ്പിൽ ജയിച്ച് കാണാൻ വേണ്ടിയിട്ടും എന്തെല്ലാം വേഷങ്ങളാണ് ഞാൻ കെട്ടിയത്. ജ്വല്ലറിക്കാരോടൊപ്പം ചേർന്ന് പരസ്യം ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുകയൊക്കെ ചെയ്തില്ലേ? ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഈ കുടുംബം തന്നെ തകർക്കാൻ ഞാൻ നോക്കിയില്ലേ? ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നോ? നയനയ്ക്കോ ആദർശേട്ടനോ മുത്തശ്ശനോ ആർക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. നിങ്ങളെല്ലാവരും കൂടി ഇതെന്നെ പറ്റിക്കല്ലായിരുന്നോ? ഞാൻ ആ പിശാചിൻ്റെ കൂടെ പറ്റിക്കപ്പെട്ട് ജീവിക്കല്ലായിരുന്നോ? എന്നിട്ട് അവൻ്റെ അമ്മയുടെ അഭിനയം കണ്ട് ഞാൻ ജീവിച്ചില്ലേ? ഈയിടെയും അടുക്കള ജോലികളും വീട്ടു ജോലികളും എല്ലാം അവർ ചെയ്യുന്ന കണ്ടോണ്ട് എന്താന്ന് ഞാൻ പല പ്രാവശ്യം തിരക്കിയതാ. എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയതാ. പക്ഷേ നിങ്ങളാരും എനിക്കൊരു സംശയത്തിന് പോലും ഇട തരാത്ത രീതിയിൽ ഓരോന്ന് പറഞ്ഞു ഫലിപ്പിച്ചില്ലേ? എന്തിനാ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തത്? എൻ്റെ മനസ്സിലേക്ക് തീ കോരി ഇടുമായിരുന്നോ? അപ്പോഴത്തേക്കും ഉടനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് മോളെ, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞും നീ ഉള്ളതല്ലേ, അവനെ ഉപേക്ഷിച്ച് പോകരുതെന്ന് വിചാരിച്ചും കുഞ്ഞിൻ്റെ നിൻ്റെ ഭാവി ഓർത്തിട്ടുമാണ് ജലജയെ അഭിയെ ഇവിടെ നിർത്തിയത്. ഇല്ലെങ്കിൽ ആ രണ്ടെണ്ണത്തിനെയും എപ്പോഴേ ഇവിടെ നടിച്ചിറക്കിയനെ. നീയും കുഞ്ഞും ഈ വീട്ടിൽ ജീവിക്കണം. അതിനു വേണ്ടിയാ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. അപ്പം നവ്യ പറയും, എന്നിട്ട് എന്തായി? ഇത്രയും നാൾ നിങ്ങൾ മറച്ചു വെച്ചെങ്കിലും സത്യം എന്തെങ്കിലും പുറത്തു വന്നില്ലേ? ഒരു സത്യം എത്ര നാൾ മുത്തശ്ശ മൂടി വെക്കാൻ പറ്റും? ഇതിപ്പോൾ ഇത്രയും നാളും ഈ സത്യം മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്തു? എന്നിട്ടോ എന്തായി? ഇപ്പോൾ ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞില്ലേ? ഇനി ഞാൻ വേണ്ട ഒരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പം, അതേ മോളെ, സത്യവാ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. നീ ഞങ്ങളോട് ക്ഷമിക്കണം. അതന്നേ നിന്നോട് പറയേണ്ടതായിരുന്നു. നീ ഇങ്ങനെ ചതിക്കപ്പെടില്ലായിരുന്നു. നിന്റെ മനസ്സിൻ്റെ വിഷമം ഇപ്പം എന്തായെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പം നവ്യ പറയാം, അതെ, എൻ്റെ മനസ്സിൻ്റെ വിഷമം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇത്രയും നാൾ നിങ്ങളുടെ മുമ്പിലും ഞാൻ അഭിനയിക്കില്ലായിരുന്നോ? നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പോൾ ഞാൻ സത്യങ്ങൾ അറിഞ്ഞപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലേ? ഞാൻ തെറ്റുകാരിയായില്ലേ? അറിയാത്ത കുറ്റത്തിനല്ലേ നിങ്ങളെല്ലാവരും എൻ്റെ തലയിൽ ഈ തെറ്റും കുറ്റങ്ങളും എല്ലാം വെച്ച് തന്നത്? പാവം ചന്തുമോളെ ഞാൻ കുറ്റപ്പെടുത്തുകയും അതിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തില്ലേ? ഇതിനൊക്കെ ഞാൻ എവിടെയാ മാപ്പ് പറയേണ്ടത് മുത്തശ്ശ എന്ന് പറയണം. എന്നിട്ട് അകത്തേക്ക് കയറി അങ്ങ് പോവാം. പോയി റൂമിലേക്ക് ചെല്ലുമ്പം ജലജയ അഭി അവിടെ റൂമിൽ ഇങ്ങനെ തച്ചിനിരിക്കുക. അപ്പം നവ്യ അങ്ങോട്ട് ചെന്നേച്ച് ചോദിക്കുന്നുണ്ട്, എടാ, നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? നീ പറ്റിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇതിനു മുമ്പും പല പ്രാവശ്യവും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാ. എന്നിട്ടും ഞാൻ കരുതി ഇത് മാത്രം സത്യമായിരിക്കുമെന്ന്. അതെൻ്റെ തെറ്റ്. എല്ലാവരും കൂടി എന്നെ പറഞ്ഞു പറ്റിച്ചു. അപ്പോഴേക്കും അഭി പറയാ, അത് നവ്യേ, നീ എന്നോട് ക്ഷമിക്ക്. എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. അത് നേരത്തെ വിവാഹത്തിന് മുമ്പുണ്ടായ ഒരു തെറ്റാണ്. അത് പരിഹരിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. അതിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പം നമ്മുടെ വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞുകൂടി ആയിക്കഴിഞ്ഞ് ചന്തുമോൾ ഉണ്ടെന്നറിഞ്ഞാൽ നിനക്കത് അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചത്. അപ്പോഴേക്കും നവ്യ പെട്ടെന്ന് അഭിയുടെ കുത്തിന് കയറി പിടിക്കുക. എടാ ദുഷ്ട, നിനക്കറിയില്ലായിരുന്നോ നിനക്ക് ചന്തുമോളെ പോലൊരു കുഞ്ഞുണ്ടെന്ന്? എന്നിട്ട് പിന്നെ നീ വീണ്ടും എന്നെ വിവാഹം കഴിച്ചത് എന്തിനാ? അഥവാ അതിനുശേഷം ആ കുഞ്ഞില്ലായിരുന്നെങ്കിൽ തിരികെ വന്ന് അനഘ നിന്നോട് കേണ അപേക്ഷിച്ചില്ലായിരുന്നോ? അവക്കൊരു മാറാ രോഗമുണ്ടെന്നും കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്നും. എന്നിട്ട് നീ അതിനുള്ള മനസ്സ് കാണിച്ചോ? ഇല്ലല്ലോ. അതെങ്ങനെയാ നവ്യെ ഞാൻ കാണിക്കുക? അങ്ങനെ ചന്തുമോളെ ഏറ്റെടുത്താ നമ്മുടെ ജീവിതം തകരില്ലേ?
നമ്മുടെ കുഞ്ഞിനെ ഓർക്കണ്ടേ? എടാ, നമ്മുടെ കുഞ്ഞിനെ ഓർത്താ മതിയോ? നിന്റെ കുഞ്ഞു തന്നെയല്ലേ ചന്തുമോള്. അതൊക്കെ പോട്ടെ, എന്നിട്ട് പിന്നെ നീ അനഘയെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? പല പ്രാവശ്യം അനഘയെ ഇല്ലാതാക്കാൻ നീ ശ്രമിച്ചില്ലേ? ഈ സത്യം ആരും അറിയരുതെന്ന് വിചാരിച്ചല്ലേ അബി നീ ഇതൊക്കെ ചെയ്തത്? നിന്നെപ്പോലെ ഒരു ദുഷ്ടന്റെ കൂടെ ഇനി എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുക. അപ്പം ജലജ വന്നിട്ട്, നവ്യെ നീ പോവരുത്, നീ ഇവിടെ നിൽക്കണം, അവനൊരു തെറ്റുപറ്റി, അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇവനെ പോലെ ഒരുത്തൻ ഇതും ഇതിൻ്റെ അപ്പുറവും ചെയ്യും, ഇവന് നല്ല അടി കിട്ടാത്തതിൻ്റെയാ എന്നും പറഞ്ഞ് ജലജ അബിക്ക് ഒരെണ്ണം അങ്ങ് കൊടുക്കുക നവ്യയുടെ മുമ്പിൽ വെച്ച്. എന്നിട്ട് പറയാ, ഇവൻ ചെയ്തു കൂട്ടിയതിൻ്റെ എല്ലാം ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. നമ്മൾ ഇനി അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ലേ? അതുപോലല്ലേ കാണിച്ചത്. ഇത്രയും നാളും അച്ഛനും അമ്മയും മറ്റുള്ളവരും എല്ലാം ഇവനെ സഹായിച്ചു, സപ്പോർട്ട് ചെയ്തു. എന്നിട്ടും ഇവൻ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാ. നീ കൂടി ഇറങ്ങി പോകരുത് നവ്യെ. നീയും കുഞ്ഞും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഞങ്ങളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പം നവ്യെ പറയാം, ആണോ? നിങ്ങളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് അർഹതയുള്ള ഈ അനന്തപുരി തറവാട്ടിൽ ജീവിക്കാൻ? നിങ്ങൾക്ക് രണ്ടിനും ഒരർഹതയില്ല. ഈ കുടുംബത്തിനെതിരെ കളിക്കുകയും ഈ കുടുംബത്തിലുള്ളവരെ കുറ്റപ്പെടുത്തുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത രണ്ടെണ്ണമാണ് നിങ്ങൾ. രണ്ട് വിഷജന്തുക്കൾ. നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ നവ്യ എന്തും ചെയ്യും, നിങ്ങൾ ഓർത്തോ എന്ന് പറഞ്ഞ് കൊച്ചിനെ എടുത്തിട്ട് നവ്യ ഇറങ്ങാണ്. നവ്യ കൊച്ചുമായിട്ട് പോകുമ്പോൾ അബിയും ജലജയാവുന്ന പറയുന്നുണ്ട് പോവല്ലെന്ന്. പക്ഷെ നവ്യ കൊച്ചും ഒരു ചെറിയ ബാഗും ഒക്കെ എടുത്ത് ഇറങ്ങുന്ന സമയത്ത് താഴെ ചെല്ലുമ്പോൾ എല്ലാവരും ഓടിയുണ്ട്. അപ്പോഴേ നയന ഓടി വരുക, ചേച്ചി ചേച്ചി പോവരുത്, ചേച്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ അനന്തപുരിയിൽ നിന്ന് പോവരുതെന്ന് പറയുമ്പം അത് കേൾക്കാത്ത ഭാവത്തിന് നവ്യ ഇറങ്ങി പോവുക. അപ്പോൾ മുത്തച്ഛനും പറയുന്നുണ്ട്, നവ്യ മോളെ നീ പോവരുത്, നീ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ രണ്ടിനും ഞങ്ങൾ ഇത്രയും നാളും സംരക്ഷിച്ചത്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോവാണ്, അബിയോടൊപ്പം ഇനി ഒരു ജീവിതം പറ്റില്ല, അവനൊരു രാത്രി ഞങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊല്ലില്ല എന്ന് മുത്തച്ഛന് ഉറപ്പ് പറയാൻ പറ്റുമോ? ആ ദുഷ്ടൻ്റെ കൂടെ ഇനിയും ഞാൻ ജീവിക്കണം എൻ്റെ കുഞ്ഞിനെയും കൊണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. അവനൊപ്പം ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഡിവോഴ്സ് വേണം, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ഇപ്പോഴും ഞാൻ മോഡലിംഗ് ചെയ്ത് തന്നെയല്ലേ ജീവിക്കുന്നത്, അത് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ നവ്യയും കൊച്ചും കൂടി ചെല്ലുകയാണ് കേട്ടോ നന്ദാവനത്തിലേക്ക്. അപ്പോൾ കനകയും ഗോവിന്ദനും ഇത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ വരുമെന്ന്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കുഞ്ഞുമായിട്ട്? അമ്മ പറയുന്നത് എന്താ, ഞാൻ ഇറങ്ങി പോരണ്ടെന്നാണോ? ഇതുപോലെ കൊടും ജാതി ചെയ്യുന്ന പല പല കള്ളത്തരങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന അവൻ്റെ കൂടെ ഇനിയും ജീവിക്കണം എന്നാണോ? എൻ്റെയും കുഞ്ഞിൻ്റെയും ജീവിതം ഇല്ലാതാവണം എന്നാണോ അമ്മയുടെ ആഗ്രഹം? അപ്പോൾ കനക പറയാം, അതുകൊണ്ടല്ല മോളെ, ആ കുടുംബം തകരരുതെന്ന് ഓർത്താണ് നിന്നോട് പറഞ്ഞത്. ഇല്ല, ഞാൻ അവനോടൊപ്പം ജീവിക്കാൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല, എനിക്ക് ഡിവോഴ്സ് വേണം. അതിനുള്ള കാര്യങ്ങളിലേക്ക് നവ്യ നീങ്ങുകയാണ്. അല്ലാതെ അവനെ അവൻ്റെ അമ്മയും വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയെങ്കിൽ ഈ കുഞ്ഞിന് ജീവിക്കാനുള്ള വക അവൻ്റെ സ്വത്തിൻ്റെ വീതം എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയണം. എന്നിട്ട് ഡിവോഴ്സിനുള്ള പെറ്റീഷനൊക്കെ കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ചെല്ലുകയാണ് നവ്യ വീണ്ടും അനന്തപുരിയിലേക്ക് ചെല്ലുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. എന്നിട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശ ഞാനിപ്പോൾ തിരിച്ചു വന്നത് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നുള്ള സത്യമാണ്. സ്വത്തിനോടും പണത്തിനോടും ഒക്കെ ഉള്ള ആർത്തി മൂത്തിട്ട് തന്നെയാണ് ഞാൻ അബിയെ വിവാഹം കഴിച്ചത്. അതെനിക്ക് പറ്റിയ ചതിയാണ്. ഇപ്പം ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. ആവുന്നത്രയും അനുഭവങ്ങൾ എനിക്ക് കിട്ടുകയും ചെയ്തു. ഇനിയിപ്പം എനിക്ക് ഇവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഡിവോഴ്സ് വേണം. അതിന് ഞാൻ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവനും ഇവൻ്റെ അമ്മയും ഇവിടെ രക്ഷപ്പെട്ട് സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ്റെ കുഞ്ഞാ ഇത്. ഈ കുഞ്ഞിന് ഈ കുടുംബത്തിൽ അവകാശമുണ്ട്. ഇവനും അനന്തപുരി തറവാട്ടിൽ ഷെയർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ മൂർത്തീസ് ജുവല്ലറിയിലും ഷെയർ ഉണ്ട്, ഇവൻ്റെ അമ്മയ്ക്കും ഉണ്ട്. ആ ഒരു ബലത്തിലാണ് ഇവർ രണ്ടും ഇവിടെ ഞെളിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അബിയുടെ ഷെയർ എല്ലാം എനിക്കും എൻ്റെ കുഞ്ഞിനും കിട്ടിയിരിക്കണം. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അല്ലാതെ വെറുതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നല്ല തീരുമാനം മോളെ, അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിലും അബിയുടെ ഷെയറും അവൻ്റെ അമ്മയുടെ ഷെയറും ഒക്കെ അവർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവർക്ക് ഈ വീട്ടിൽ ഒരു ഷെയറും ഇല്ല. ഇനിയിപ്പം അബിയുടെ ഷെയറിന് നീയും നിൻ്റെ കുഞ്ഞിനുമാണ് അർഹതയുള്ളത്. എന്തായാലും മൂർത്തീസ് ജുവലറിയിലെ ഒരു ഷെയർ അവനുള്ളതാണ്. ആ ഷെയർ നിനക്കും നിൻ്റെ കുഞ്ഞിനും തരാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ അവൻ ഈ അനന്തപുരിയിലുള്ള അവകാശങ്ങളും സ്വത്തുക്കളും എത്ര ഷെയർ ഉണ്ടോ അതെല്ലാം നിനക്കും നിൻ്റെ കുഞ്ഞിന് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് പറയാം. അപ്പം നവ്യയും പറയുന്നുണ്ട്, ശരിയാ, അങ്ങനെ വേണം. അല്ലാതെ ഇവനും ഇവൻ്റെ അമ്മയും ഇവിടെ സുഖിച്ച് ഇത്രയും നാളും കഴിഞ്ഞ പോലെ ഇനിയും കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ചതിച്ചിട്ട് ഇനിയും ഇവൻ ഈ പണം കൊണ്ട് മറ്റു പെൺകുട്ടികളുടെ പുറകെ പോകാനും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. അപ്പോൾ അബിയും ജലജയും പറയാം, നവ്യേ നീ ആലോചിച്ചിട്ട് തന്നെയാണോ തീരുമാനിക്കുന്നത്? നീ ഇങ്ങനെ ഒരു ഡിവോഴ്സിന് പോകാതിരുന്നാൽ നിനക്ക് ഈ അനന്തപുരിയിൽ സുഖമായിട്ട് ജീവിക്കാം. അബി ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കല്ലേ, ഇനിയിപ്പോൾ അവന് തെറ്റായ വഴിയിലൂടെ ഒന്നും പോവില്ല.
അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, ഈ തീരുമാനത്തിന് നവ്യയ്ക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നവ്യ തിരിച്ച് നന്ദാവനത്തിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ആ നവ്യ ഒരു നല്ല തീരുമാനം തന്നെ എടുത്തിരിക്കുകയാണ്. അബിയുടെ ഒപ്പം ജീവിക്കാൻ തയ്യാറല്ലെന്നും അതുപോലെ തന്നെ അബിയുടെ സ്വത്തുക്കൾ നവ്യയ്ക്കും കുഞ്ഞിനും തന്നെ കിട്ടണം എന്നും കേസ് കൊടുക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്